നിങ്ങൾ കർമ്മിയിൽ വിശ്വസിക്കുന്നുണ്ടോ? ബൂമറാങ് നമ്മുടെ ഇന്ത്യൻ്റെ എഡ്യൂക്കേഷൻ മിനിസ്റ്ററായിട്ട് ധർമ്മേന്ദ്ര പ്രധാൻ 1997 ഇതേപോലെ ഒരു നീറ്റ് എക്സാമിൽ ചോർച്ച ഉണ്ടായിട്ട് അതിനെതിരെ സമരം ചെയ്തിട്ട് ആ സർക്കാരിനെ UDF സർക്കാരിനെ താഴെ ഇറക്കിയൊരു മനുഷ്യനാണ്. അതാണ് കർമ്മ എന്ന് പറഞ്ഞ സാധനം. കർമ്മ തിരിച്ചടിക്കും. എനിക്ക് പ്രത്യേകിച്ച് BJPക്കാരോടെ പറയാനുള്ളത്, ഈ ഹിസ്റ്ററിയൊക്കെ നിങ്ങൾ ആ ജനം TV ചാനലൊന്ന് ഒഴിവാക്കിയിട്ട് നിങ്ങളൊന്ന് ChatGPT അല്ലെങ്കിൽ ഗൂഗിളിനോടൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് ഇന്ത്യൻ്റെ പ്രശ്നമാണ്, നാളത്തെ യുവതലമുറയുടെ പ്രശ്നമാണ്. ഇതിന് നിങ്ങൾ രാഷ്ട്രീയം വലിച്ചേക്കണ്ട. നിങ്ങൾ പറയുന്നുണ്ട് കോൺഗ്രസ്സുകാരൊക്കെ ഇതിൻ്റെ പുറകെ കൂടിയിരിക്കുന്നത് ഈ പാർട്ടിനെ താഴെയാണ്. അങ്ങനെ തന്നെയാണെങ്കിലും നിങ്ങൾ വിശ്വസിച്ചേ പറ്റുള്ളൂ. കാരണം അങ്ങനെ കയറി വന്ന പാർട്ടിയാണിത്. അന്ന് സമരം ചെയ്തിരുന്ന ആളെന്നെയാണ് ഈ ധർമ്മേന്ദ്ര പ്രധാൻ. അപ്പോൾ ഇത് കർമ്മ എന്ന് പറയുന്ന സാധനം തിരിച്ചടിക്കേണ്ടതാണ്. അന്ന് ഇതേ ഒരു സംഭവം വന്നപ്പോൾ അന്ന് അദ്ദേഹം ഈ പ്രൊട്ടക്ഷനൊക്കെ എതിരായിട്ട് രാജിവെച്ച് ആ മന്ത്രിസഭേനെ താഴെ ഇറങ്ങിപ്പോയി എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾക്ക് മാത്രം എന്താണ് ഒരു കുന്തളിപ്പ്? ഇവിടെ ജനങ്ങൾക്ക്, കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇവിടെ ഒരു കാര്യം തീരുമാനം എടുക്കുമ്പോൾ ആ രാജ്യത്തിലുള്ള മുഴുവൻ ജനങ്ങളും അന്ന് ഇതേപോലെ വിദ്യാർത്ഥി പ്രസ്ഥാനം തുടങ്ങി വെച്ച സമരമാണ് പിന്നെ BJP ഏറ്റെടുത്തത്. അവരത് ഉപയോഗപ്പെടുത്തി. അന്ന് ചെയ്തത് തെറ്റാണെന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം അങ്ങനെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏത് പാർട്ടിക്കാരനാണെങ്കിലും ആ പാർട്ടിയിൽ നിന്ന് സ്ഥാനം വിട്ട് ഒഴിഞ്ഞു പോകണം. കാരണം 20 മക്കളാണ് മരിച്ചത്. അത് നിങ്ങളെയൊക്കെ വീട്ടിലത്തെ മക്കളാണെങ്കിലോ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. കാരണം നിങ്ങൾ കന്നുകാലികളെ വരെ കൊണ്ടുപോകുന്നതിന് തല്ലിക്കൊല്ലുന്ന ടീമല്ലേ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. പക്ഷേ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നാളെ നിങ്ങളുടെ വീട്ടിലത്തെ കുട്ടിയും പഠിച്ച് രാത്രിയും പകലും ഇല്ലാതെ നീറ്റ് എക്സാം എന്നൊക്കെ പറഞ്ഞ് ചെറിയ കാര്യമല്ല. അത് എഴുതുന്ന ഒരാളെങ്കിലും നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അവരനുഭവിക്കുന്ന സ്ട്രെസ് എത്രമാത്രം ഒന്ന് അനുഭവിച്ചറിയണം. കാരണം അത്രമാത്രം ഇരുന്ന് പഠിക്കാനുണ്ട്. അത് ഒരു ജീവിതത്തിൽ എത്രത്തോളം പഠിക്കാനുണ്ടോ അതിൻ്റെ ഒരു 100 ഇരട്ടി ഇരുന്ന് പഠിച്ച് അവർ പോയി എഴുതുന്ന എക്സാം അത് അസാധുവാക്കുമ്പോൾ അവർക്കുണ്ടാകുന്ന വിഷമം എന്താണെന്നുള്ളത് അറിയണമെങ്കിൽ നിങ്ങളെ കുടുംബത്തിൽ നിങ്ങളെ വീട്ടിൽ നിന്ന് ഒരാൾ ആ എക്സാം എഴുതണം. അതിന് നിങ്ങൾ അങ്ങനെ എഴുതിയിട്ട് പാസ്സായിട്ട് ജോലി കിട്ടാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരല്ലല്ലോ. പക്ഷേ ഇത് പറയാതിരിക്കാൻ പറ്റില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ BJPൻ്റെ ID കാർഡ് വരെ വലിച്ചെറിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മകന് വേണ്ടിയിട്ട് ഈ സമരത്തിൽ പങ്കെടുത്ത ആൾക്കാർ ഇവിടെ ഉണ്ട്. അപ്പോൾ ഇത് കർമ്മയാണ്. കർമ്മ എന്ന് പറഞ്ഞ സാധനം തിരിച്ചടിക്കുക തന്നെ ചെയ്യും. അത് ബൂമറാങ്ങാണ്.